ഹായ് ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഹെൽത്തി ആയിട്ടുള്ള ഒരു അവൽ വിളയിച്ചതാണ്. ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കുമൊക്കെ ഒരുപോലെ ഇഷ്ടമാകും. ഈ അവൽ വിളയിച്ചത് ഉണ്ടാക്കാൻ നമുക്ക് ആവശ്യമായ സാധനങ്ങൾ കശുവണ്ടി, നിലക്കടല, ശർക്കര ഉരുക്കി അരിച്ച് ഒഴിച്ച് വെച്ചേക്കുന്നതാണ് കേട്ടോ ഇത്. പിന്നെ ആവശ്യമായ നെയ്യ്, ഉണക്കമുന്തിരി, തേങ്ങ ചിരകിയത്, നമ്മുടെ അവൽ, പിന്നെ എള്ള്. ഗ്യാസ് കത്തിച്ചിട്ട് അതിലേക്ക് ഒരു ചൂടുകട്ടിയുള്ള പാത്രം വയ്ക്കുക. അതിലേക്ക് നമുക്ക് ആവശ്യമായ നെയ്യ്, ഇതൊക്കെ വറുത്ത് കോരണം, നട്ട്സൊക്കെ വറുത്ത് കോരാനുള്ള നെയ്യ് ഒഴിക്കുക. ആ നെയ്യ് ഒഴിച്ചതിന് ശേഷം ആദ്യം നമ്മളിട്ട് കൊടുക്കുന്നത് കശുവണ്ടിയാണ്. കശുവണ്ടി ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും അത് മാറ്റിയിട്ട് അതിലേക്ക് നിലക്കടല ഇട്ട് കൊടുക്കുക. നിലക്കടലയും ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മുടെ ഉണക്കമുന്തിരിങ്ങയും കൂടി ഇട്ട് കൊടുത്ത് അത് ഒരു ബോൾ വരുവാകുമ്പോഴത്തേക്കും നമ്മുടെ എള്ളൂടെ ഒരു 2 സ്പൂൺ കണക്കാക്കി എള്ളും കൂടി ഇട്ട് കൊടുക്കുക. ഇത് നന്നായിട്ട് വറുത്ത് കോരി മാറ്റി വെച്ചേക്കുക. അത് മാറ്റി വെച്ചതിന് ശേഷം അതേ പാത്രത്തിൽ തന്നെയാണ് ഞാൻ അടുത്ത പരിപാടിയും ചെയ്യുന്നത്. അപ്പം അതിലേക്ക് നമ്മൾ ഉരുക്കി വെച്ചേക്കുന്ന നമ്മുടെ ശർക്കര ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ ശർക്കര ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നമ്മൾ ചിരകി വെച്ചേക്കുന്ന നമ്മുടെ തേങ്ങ അതിലേക്കിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക. ഇളക്കിയാൽ മാത്രം പോരാ, അതിൻ്റെ ജലാംശം മൊത്തം പറ്റണം, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ കേടായി പോകും. നമുക്കിതൊരു ജലാംശം പറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു ഒരാഴ്ചയോളമൊക്കെ ഇത് കേടുകൂടാതിരുന്നോളും. അപ്പോൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഇതിൻ്റെ ജലാംശം മൊത്തം പറ്റുന്നോടം വരെയും ഇളക്കി കുറുക്കിയെടുക്കണം. ഇതിലേക്ക് നമുക്ക് ആവശ്യമായ ഏലക്കാപ്പൊടിയും കൂടെ നമ്മൾ ചേർക്കണം. ഞാൻ ഏലക്കായ ഇടിച്ചാണ് ഇടുന്നത്. അപ്പം അതും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി ആ വെള്ളം പറ്റുന്നോടം വരെയും നന്നായിട്ട് ഇളക്കി വെള്ളം പറ്റി കഴിയുമ്പോൾ നമ്മളിതിലേക്ക് നമ്മുടെ അവലും കൂടെ മിക്സ് ചെയ്യണം. അപ്പം നമ്മൾ ഇങ്ങോട്ട് ഇടുമ്പോൾ തന്നെ നമ്മുടെ അവലൊന്ന് ചെറുതാകും കേട്ടോ. അതുകൊണ്ട് ക്വാണ്ടിറ്റി എന്തോരം വേണമെന്നുള്ളത് നമ്മൾ നോക്കിയിട്ട് വേണം എടുക്കാനായിട്ട്. മധുരം കൂടിപ്പോവോ കുറഞ്ഞു പോവോ എന്നുള്ള ചിന്തയൊക്കെ നമുക്ക് ഉണ്ടാവണം. അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ എടുക്കുന്നതിൻ്റെ നേരെ പകുതി അവലായി പോകും കേട്ടോ, നമ്മളിത് ചൂടിലിങ്ങോട്ട് ഇളകി കഴിയുമ്പോഴേക്കും. അങ്ങനെ ഇളക്കിയതിന് ശേഷം അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന നമ്മുടെ നട്ട്സ് എല്ലാം കൂടെ യോജിപ്പിച്ച് എടുത്താൽ മതി. നമ്മുടെ അവൽ വിളയിച്ച് റെഡി ആയിക്കോളും. ഇത് ഉണ്ടാക്കാൻ ഒരു പാടുമില്ല, വളരെ എളുപ്പമാണ്. സാധനങ്ങളെല്ലാം സജ്ജീകരിച്ച് വെച്ചാൽ നമുക്ക് 2-3 മിനിറ്റും കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി റെസിപ്പിയാണ്. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും ഇത്. അപ്പം ഞാനിതിൽ ചേർക്കുന്ന നട്ട്സിനൊന്നും അളവ് പറയാത്ത എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് എത്രത്തോളം ഇട്ടാലും അതിന് ടേസ്റ്റ് കൂടുതലേ ഉള്ളതുകൊണ്ട് നമുക്ക് ആവശ്യമുള്ളതനുസരിച്ച് നമ്മുടെ വീട്ടിലുള്ളതനുസരിച്ച് നമുക്കിതിട്ട് ഉണ്ടാക്കാവുന്നതാണ്. അതുകൊണ്ടാണ് ഇതിനൊന്നും അളവുകൾ ഞാൻ പ്രത്യേകമായിട്ട് പറയാത്തത്. അപ്പം ഇതെല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ തന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം തന്നെ കാണാം. അപ്പം ഇന്നത്തിന് ടാറ്റ, ബൈ ബൈ.